ഞാൻ എവിടെ പോകുമ്പോഴും ആൾക്കാർ എത്ര കളറായിട്ട് ഇങ്ങനെയൊക്കെ നോക്കും. ചോദ്യം പറിച്ചിലൊന്നുമില്ല, നേരെ ഒന്ന് മുടിയാന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ ആൾക്കാർ കണ്ടോട്ട് ഞാൻ ഇങ്ങനെ മ്യൂസിയം പോലെ പ്രദർശിപ്പിക്കും എല്ലാവരും കണ്ടോട്ട്. ഞാൻ എൻ്റെ ഐസ് തിന്നുന്ന സ്വഭാവമായിരിക്കും. എനിക്ക് ഭയങ്കര വിയേർഡായിട്ടുള്ള സ്നാക്സ് ഒന്നും വാങ്ങത്തില്ല വീട്ടിൽ. ഞാൻ ഐസ് ക്യൂബ് ഉണ്ടാക്കാനുള്ള മോൾഡ് മാത്രമേ വാങ്ങാറുള്ളൂ. ഒരുമാതിരി ആർക്ക് എന്നെ കാണുമ്പോൾ ഒരു മൃഗമായിട്ട് തോന്നുന്നു. ഞാൻ ഈ ഐസ് കിടത്തൊരു കറുമുറ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഒരു മനുഷ്യനെ എങ്ങനെ ഇരിക്കാന്നുള്ള ബേസിക് ക്വാളിറ്റീസ് ചെറുപ്പം തൊട്ടാണ് കുട്ടിക്ക് കിട്ടുക. സ്കൂളെ നമ്മളെ തൊട്ട പിടിച്ച് അടിക്കുക, കുറേ പണിഷ്മെന്റ് തരിക. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. എങ്കിലും ഒരു സെലിബ്രിറ്റിയെ കാണാൻ പറ്റുവാണെങ്കിൽ ആരെ കാണും? മാത്യു തോമസ് എനിക്ക് ഒടുക്കത്ത ക്രഷായിരുന്നു. തിയേറ്ററിൽ പോകുമ്പോൾ മാത്യുവിനെ കണ്ട എനിക്കുള്ളിൽ എന്തോ സന്തോഷം. ഒരു ആഴ്ചയിൽ ഒരു സ്റ്റോറി എങ്കിലും ഞാൻ മാത്യുവിനെ മെൻഷൻ ചെയ്തിടും. അവിടുന്ന് ഇവിടുന്ന് ബസ്സിന് പോകാൻ തരുന്നതെന്ന് ഓരോ 10 രൂപ മാറ്റി വെച്ച് ഞാൻ മാത്യുവിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയൊക്കെ എടുത്ത് വെക്കും. ഒരു 1000 മെസ്സേജ് അയച്ച് കൂട്ടിയിട്ടുണ്ടാവും. ഈ ഒരു 1000 മെസ്സേജ് അയച്ചപ്പോൾ മാത്യു എനിക്ക് ഒരു തവണ റിപ്ലൈ തന്നിട്ടുണ്ട്. ഭയങ്കര അലമ്പ തരായിരുന്നു. അതിച്ചിരി കൂടുതലല്ലേ? എനിക്ക് കുറച്ച് വികാരങ്ങൾ തോന്നുന്ന ഒരു പ്രായമായതും ലോക്ക്ഡൗൺ ആയിരുന്നു. കുട്ടി ഭയങ്കര വലുതായെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എനിക്ക് വലുതായിരുന്നു യൂട്യൂബും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും സ്വന്തമായിട്ട് ഏർണിങ്സ് കിട്ടും. എനിക്ക് കുറച്ചുകൂടെ വലുതായി തോന്നി. തന്തവൈ ഭയോന്ന് എനിക്കൊരു സംശയം. ഇന്നോവേഴ്സിന്റെ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം ആൾക്കാർ എൻ്റെ താഴെ വെച്ചു, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ആദ്യം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി, കാരണം അതൊരു കൈൻഡ് ഓഫ് ബോഡി ഷേമിംഗ് ആണ്. പക്ഷേ എൻ്റെ സ്കൂളിൽ ആ സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് അത് റെസ്ട്രിക്റ്റ് ചെയ്തു. ഇന്നെ റൂമിൽ തന്നെ അടിച്ചിട്ടു, ഈ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. ഈ പുറത്തിറങ്ങുമ്പോൾ പിള്ളേരൊക്കെ വരുന്നു, ഞങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്തോ എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ട് അല്ലേ. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരു യൂട്യൂബർ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്, നമ്മുടെ സ്വന്തം തേജ തങ്കു. തേജ, സ്വാഗതം. താങ്ക് യു. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇതുപോലെ വീഡിയോ കൊടുത്തത് അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുത്തത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴായിരുന്നു അല്ലേ? അപ്പം ഇപ്പൊ തേജ വീണ്ടും ഇന്റർവ്യൂ തരാനുള്ള ഒരു കാരണം അത് തന്നെയാണല്ലേ? ഇപ്പം തേജയ്ക്ക് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു എക്സൈറ്റ്മെന്റ് കാണും അല്ലേ? കാരണം ആ ഒരു സമയത്തേക്ക് ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുകയായിരിക്കും. 98, 99 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുകയായിരിക്കും. അത് ആ സമയത്ത് എന്ന് പറയുമ്പോൾ 1 മില്യൺ ആണ് നമുക്ക് ആദ്യം ഒരു കടമ്പ കടക്കേണ്ടത്. പിന്നെതാ 2 മില്യൺ. അപ്പൊ 1 മില്യൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി ഒക്കെ കേട്ട് കഴിഞ്ഞു. കാരണം അന്ന് മറ്റേ പുറത്തുനിന്ന് പോയി ലാപ്പിലൊക്കെ കണ്ടിട്ട് ഭയങ്കര വിളിച്ചൊക്കെ ഉള്ളതായിരുന്നൊക്കെ. അപ്പൊ ഈ 2 മില്യൺ ആയപ്പോഴത്തേക്കിന് എന്തായിരുന്നു അവസ്ഥ? 2 മില്യൺ ആകുമ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് കോളേജിൽ വെക്കേഷൻ ആയപ്പോൾ മാർച്ചിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ മൈൻഡ് വിചാരിച്ചു എനിക്ക് ഒരു വെക്കേഷൻ തീരുമ്പോഴത്തേനും ഒരു 2 മില്യൺ ആയാൽ കൊള്ളാമെന്ന്. പക്ഷെ അപ്പോഴത്തേനും കുറച്ചുണ്ട് എത്താൻ. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ, എല്ലാവർക്കും വെക്കേഷനാണ്, കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയായിരിക്കും, നല്ലപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടാൽ 2 മില്യൺ ഒക്കെ ആവുന്നുണ്ട്. ഞാൻ ഓൾറെഡി അതിന് വേണ്ടി ഇരിക്കുകയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും May 31 മുന്നേ 2 മില്യൺ ആക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കഷ്ടപ്പെടലായിരുന്നു. എല്ലാ ദിവസവും വീഡിയോസ് ഇടും. പിന്നെ എനിക്കറിയാം ഏത് കണ്ടന്റ് ഇട്ടാലാണ് റെസ്പോൺസ് കൂടുതൽ. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ വീക്കിലും ഒരു സാധനം മാത്രം നല്ലത് ഇടും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ലൈക്ക് ആക്ച്വലി എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നതാണ്. ആൻഡ് ഫൈനലി അത് സെറ്റായി. കഴിഞ്ഞായിട്ട് എനിക്ക് 1 മില്യൺ ആയത് May 28 വരുന്നു. ഇത് May 30 എനിക്ക് 1 മില്യൺ ആയത്. രണ്ടും കറക്റ്റ് ഒരു 1 ഇയർ ഗ്യാപ്പിലാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തത്. അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? മെയില് നോക്കിയിട്ട് May 28, May 30 അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു അന്ന് ഇതുപോലെ പറഞ്ഞു, അതായത് ഞാൻ ഇങ്ങനെ പുറത്ത് വെച്ച് ആഘോഷിച്ചു, ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഫാമിലിക്കൊപ്പം ആയിരുന്നല്ലോ, എന്തായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റും? ഫാമിലി ആയിരുന്നു, കസിൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വളരെ, അതായത് എനിക്ക് മുന്നേ എന്നൊക്കെ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഇതായിരുന്നു ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം, എന്നിട്ട് അടിച്ച് പൊളിക്കണം, ഭയങ്കര ഫുഡും സംഭവമൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ തോട്ട് കുറച്ചുകൂടെ മാറി. കഴിഞ്ഞ വർഷത്തെ ഇപ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്കിപ്പോൾ തോന്നി എന്തായാലും ചുമ്മാ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നതിൽ ഭേദം ആ ചിലവാക്കുന്ന പൈസ എന്തെങ്കിലും നല്ല ഇതിന്. അപ്പോൾ നമ്മൾ 2 മില്യന് വേണ്ടി സെലിബ്രേഷൻ്റെ പകരം ഒരു കേക്ക് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വേറെ സെലിബ്രേഷൻ അല്ലാതെ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു 2 മില്യൺ ആയിപ്പോൾ ചെയ്തത്. ആണോ? എന്തായിരുന്നു നല്ല കാര്യങ്ങൾ? കാരണം ഞാനത് കണ്ടന്റ് ഇട്ടിട്ടില്ല. എന്നാലും ഒരു ക്ലൂ തരുമോ? കാരണം നമുക്ക് പ്രേക്ഷകർക്കോട് പറയാലോ. എന്നാലും ഒരു ക്ലൂ വെച്ചിട്ട് എന്തായിരിക്കും? ഞാൻ ആലോചിക്കട്ടെ, തേജ എന്തായിരിക്കും? ഞാൻ ക്ലൂ തരാം. എന്താന്ന് പറയണം, ഒരു സോഷ്യൽ സർവീസിന്റെ സൈഡിൽ കൂടെ പോവുമായിരിക്കും മേ ബി. എന്താ
എനിക്ക് തോന്നുന്നു ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു പാവം ആളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഫനേജിലോ അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിരിക്കാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ആക്ച്വലി ഓർഫനേജ് ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോൾ അവർ ഓൾറെഡി അവിടെ സെക്യൂർഡ് ആണ്. അതായത് അവരെ നോക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഇതേപോലെ ആരും ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ കൂടുതൽ അങ്ങോട്ട് വേണം. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ റോട്ടിൽ പ്രത്യേകിച്ച് ആരും നോക്കാനുണ്ടല്ലോ, അങ്ങനെ ഒരു 100 പേർക്ക് നമ്മൾ ഫുഡ് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നലെ മൊത്തം അതിൻ്റെ അലച്ചല്ലായിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ 2 മില്യൺ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു സന്തോഷം, അത് നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം വളരെ എന്താ പറയുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണാറുണ്ട് 2 മില്യൺ 10 മില്യൺ ഒക്കെ ആകുമ്പോഴത്തേനും അവർ പല രീതിയിൽ ഇങ്ങനെ ആർഭാടത്തോടെ പൈസ ചിലവാക്കി ചെയ്യുന്നത് കാണാറുണ്ട്. അതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ വേസ്റ്റ് ഓഫ് മണിയാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇപ്പൊ തേജ ചെയ്യുന്നൊരു കാര്യം എല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം അവർ 100 പേർക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ളവർ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് മണി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പം എനിക്കിപ്പോൾ ഇതാണ് സന്തോഷമെങ്കിൽ വേറൊരാൾ ഇത് തന്നെ ചെയ്യണമെന്നില്ല. അവർക്ക് എന്താണോ സന്തോഷം അത് ചെയ്യാം. നമ്മൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യം വേറൊരാൾക്ക് ഉപദ്രവമാവരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്തും ചെയ്യാം, നമ്മൾ വേറെ ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇരുന്നാൽ മതി. അപ്പോൾ ബാക്കിയുള്ളവർ സെലിബ്രേറ്റ് ചെയ്തെങ്കിൽ അവർ അവരുടെ ആ ഒരു അച്ചീവ്മെൻറ്റ് അവർക്ക് സന്തോഷത്തോടെ എങ്ങനെ ചെയ്യാമെന്ന് അവർ നോക്കി ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്തു, പക്ഷെ മുന്നേ ആണെങ്കിൽ ഞാനും അങ്ങനെ ആയിരിക്കും ചെയ്യാം. ഏതും തെറ്റ് ശരിയെന്നൊന്നുമില്ല, നമ്മുടെ ശരി നമ്മുടെ തെറ്റ്, വേറെയുള്ള ആർക്ക് ദ്രോഹം ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇപ്പൊ 1 ഇയർ ബാക്ക് ആകുമ്പോൾ കുറെ കൂടെ ചെറുതായിരിക്കും, അന്നത്തെ തോട്ടല്ലായിരിക്കും ഇന്നത്തെ തോട്ട്. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വന്ന മാറ്റങ്ങൾ ലൈഫിൽ? മെയിനായിട്ട് അന്ന് ഞാൻ ജസ്റ്റ് 12th കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് ആ സമയത്ത് ഞാൻ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ ഫാമിലി ആയിരുന്നു അതൊക്കെ നോക്കണ്ടായിരുന്നു. എനിക്ക് 18 ആയതിനു ശേഷം എക്സാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഗൂഗിൾ പേ തന്ന മണീൻ്റെ ആക്സസ് എനിക്ക് കിട്ടിയത്. അത് കിട്ടിയത് ആക്ച്വലി എല്ലാവരും മേ ബി വിചാരിക്കും പൈസ ഒത്തിരി കയ്യിൽ കിട്ടിയാൽ അത് ഭയങ്കരമായിട്ട് ദൂരത്തെടുത്ത് സ്പെൻഡ് ചെയ്യണം. പക്ഷേ എനിക്ക് ആക്ച്വലി പൈസ കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് പൈസയുടെ വില മനസ്സിലാന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഞാൻ തോന്നുന്നു ലൈഫിൽ കുറച്ചുകൂടെ എടുക്കുന്ന ഡിസിഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അല്ലെങ്കിൽ മുന്നേ എന്ന് വെച്ചാൽ എനിക്കിത് വരുന്നതും പോകുന്നൊന്നും അറിയുന്നില്ല, എന്തോ അമ്മയുടെ കയ്യിൽ കുറേ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ തോന്നുന്ന പോലെ അത് വാങ്ങും ഇത് വാങ്ങും. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ വന്നപ്പോൾ എനിക്കറിയാം ഈ ഒരു ദിവസം ഇതിൻ്റെ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ എനിക്കത് ടെൻഷനാണ്. അപ്പോൾ പിന്നെ അടുത്ത ദിവസം ഞാൻ ഫുൾ ദാരിദ്ര്യത്തിൽ ജീവിക്കും അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയി എന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാൾ. ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു, ആദ്യം എനിക്ക് സ്വയമാണല്ലോ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നി കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തുകൊണ്ടും കുറച്ച് വിവരം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ പേരൻസിനോട് നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുട്ടിക്കാലത്താണെങ്കിലും എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തേജ പറഞ്ഞാൽ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഒരു സോപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ പൈസയൊക്കെ നോക്കിയിട്ട് 80 രൂപയുടെ സോപ്പ് വേണ്ട 35 രൂപയുടെ സോപ്പ് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോഴും എന്തെങ്കിലും ഇപ്പം നമ്മൾ കൂടുതലും ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ മിന്ത്രയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഞാൻ വീട്ടിലത്തെ അങ്ങനെ ചിലവൊന്നും ഞാൻ നോക്കാറില്ല. അതായത് അത് ഇപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് എന്തേ വാങ്ങണ്ട ഞാൻ വാങ്ങും. ഇപ്പം അമ്മ പോകണമെങ്കിൽ അമ്മ വാങ്ങും, ചേച്ചി വാങ്ങി ചേച്ചാൽ എല്ലാവരും അങ്ങനെ. പിന്നെ ഞാൻ ബ്യൂട്ടി പ്രോഡക്റ്റ് ഞാൻ ആക്ച്വലി അങ്ങനെ വാങ്ങാറില്ല. നിങ്ങൾ ആരും ചിലപ്പോൾ വിശ്വസിക്കത്തില്ല, അങ്ങനെയല്ല ഇത് വേറെ മറ്റേ പണി കിട്ടും എനിക്ക്. അത് അങ്ങനെയല്ല, എനിക്ക് മടിയാണ് ചെയ്യാൻ. ആക്ച്വലി മേക്കപ്പ് ഭയങ്കര ഒരു ആർട്ടാണ്. എനിക്കിങ്ങനെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ കുറച്ചുകൂടെ ടപടപടേന്ന് ചെയ്യേണ്ടതാണ്. അതിലിപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ പറ്റില്ല. അപ്പോൾ മേക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ അത് എന്നെക്കൊണ്ട് പറ്റത്തേ ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. അതുകൊണ്ട് എനിക്ക് സ്കിൻ കെയർ പറ്റില്ല, അത് കുറച്ചുകൂടെ സ്ലോ പ്രോസസ്സ് അല്ലേ. ഞാൻ ബ്ലഷ് ഇടും, അതാകുമ്പോൾ അപ്പോൾ തന്നെ നല്ല ചുവന്ന് കാണും, അങ്ങനെ കിട്ടുമ്പോൾ പെട്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വാങ്ങുന്നത് ഇങ്ങനെ ബ്ലഷും അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പൊതുവേ അങ്ങനെ ഒത്തിരി ചിലവായിട്ട് സാധനം വാങ്ങില്ല. ഞാൻ ആകെ ചിലവായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ KFC നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി അത് കുറച്ച് വില കൂടുതലാണ്. ചിലർക്കത് വില കൂടുതലല്ലായിരിക്കും, പക്ഷെ എനിക്കത് വില കൂടുതലാണ്. എന്നാലും അതാണ് ഞാൻ ഉള്ളതിൽ എക്സ്പെൻസീവായി തോന്നിയത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ വേറെ ബാക്കിയുള്ളതിനോടൊന്നും ക്രേസ് ഇല്ല, പക്ഷെ ഡ്രസ്സ് എനിക്ക് കുറച്ച് ക്രേസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് വാങ്ങുന്നത്. പക്ഷെ ബാക്കിയൊന്നും അത്ര വാങ്ങാത്തതുകൊണ്ട് അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഒരുപാട് സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല, എന്നാലും കുറച്ചൊക്കെ ചെയ്യുമായിരിക്കുമല്ലോ. ഈ തേജയുടെ ഒരു ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻ എന്താണ് മെയിൻ ആയിട്ടുള്ളത്?
സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്യലില്ല. ഞാൻ അത് കുളിക്കുമ്പോൾ ആ സോപ്പ് തേക്കുന്നതിൻ്റെ കൂടെ ഒരു ഫേസ് വാഷ് തേക്കുന്നല്ലാതെ ഞാൻ സ്കിന്നിൽ ചെയ്യലില്ല. എനിക്ക് പ്രൊമോഷനും കുറേ പ്രോഡക്റ്റ്സ് കിട്ടും. അത് അപ്പോൾ വിചാരിക്കും സ്കിൻ കെയർ ഇല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്ന്. സംഭവം തരുന്ന സാധനത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ചെക്ക് ചെയ്യാറ്. കാരണം എനിക്ക് മടിയായതുകൊണ്ടും ചിലപ്പോൾ അവർ എന്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് ആ പ്രോഡക്റ്റ് കാണിക്കുന്നത്, ആ പ്രോബ്ലം എനിക്ക് ഉണ്ടാവില്ല. അത് പറഞ്ഞ് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്തിട്ട് അത് ഹാംഫുൾ അല്ല, സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്ന് വെരിഫൈ ചെയ്തിട്ടാണ് പ്രൊമോട്ട് ചെയ്യാറ്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ അത് സേഫ് ആണെന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ചേച്ചി. കാരണം എനിക്ക് വരുന്ന എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും അവളാണ് അവിടെ എടുത്ത് മുഖത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു അവക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ. പക്ഷെ ഞാൻ ശരിക്കും സ്കിൻ കെയർ ചെയ്യലില്ല. ഞാൻ ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും ഇടാറില്ല. അത് ആക്ച്വലി സ്കിന്നിന് നല്ലതല്ല. പക്ഷെ ഞാൻ ഇടില്ല. ഞാൻ ആകെ എൻ്റെ മുഖത്ത് ഈ കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, ബ്ലഷ് ഇടും. അപ്പം തന്നെ എനിക്ക് കണ്ണടി ഇതൊക്കെ ഒരു സുഖമുണ്ട്. ഞാൻ ആക്ച്വലി നല്ല മടിച്ചിയാണ്. അതുകൊണ്ടാണ് സ്കിൻ കെയർ ചെയ്യാൻ മടി. പക്ഷെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞു ഡ്രസ്സിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ബ്രാൻഡാണോ, അതിൻ്റെ കോസ്റ്റ് ആണോ, എന്താ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്? ഫാഷൻ ആണോ? ഓരോ ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ കാണുമല്ലോ. അല്ല, ഞാൻ ട്രെൻഡ് എന്താണോ അതിൻ്റെ ഒത്തുള്ള ഡ്രസ്സ് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടാണ്. അപ്പം ഞാൻ ഇട്ട ഈ ഡ്രസ്സ് തന്നെ ഇങ്ങനെ ഒരു കളവളെന്നുള്ള ഒരു ഷർട്ടും ഒരു ലൂസായിട്ടുള്ള ഒരു പാൻറ്റ് അങ്ങനെ. അപ്പോൾ ഞാൻ ബഡ്ജറ്റ് എന്തായാലും ഞാൻ നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ വാങ്ങും അങ്ങനെ. പക്ഷെ അത് വെച്ചാൽ ഒത്തിരി വയസ്സൊന്നും അല്ല കേട്ടോ. ഒരു 1000ൻ്റെ മുകളിലായാലും എനിക്ക് ടെൻഷനാണ്. എനിക്ക് ഒരുമാതിരിയാവും. അപ്പോൾ പൈസ എന്തായാലും നോക്കും. പക്ഷെ ഒരു 1000ൻ്റെ ഇഷ്ടംപോലെ കടയിൽ ഡ്രസ്സ് കിട്ടുമല്ലോ അങ്ങനെ. പക്ഷെ കൂടുതലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കടയുണ്ട്, അവിടെ തന്നെ പോലുള്ളൂ. ഇപ്പം ഫസ്റ്റ് മില്യനൊക്കെ ഈ 1 മില്യനൊക്കെ അടിച്ചപ്പോഴത്തേക്കിനും ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട്, അതായത് എന്നെക്കാട്ടി കൂടുതലും പപ്പയും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഈ 2 മില്യൻ്റെ നിറവിൽ നിൽക്കുമ്പോഴത്തേന് എന്താണ് അവർ പറഞ്ഞത്? എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പക്ഷെ എനിക്ക് പപ്പയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് പപ്പ എന്നെ എല്ലാ ദിവസവും വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഇപ്പം എത്രയായി കറക്റ്റ് കൗണ്ട് പറ. കാരണം പപ്പയ്ക്ക് അവിടെ നോക്കുമ്പോൾ കൗണ്ട് കാണില്ലല്ലോ. ഇപ്പോൾ 1 പോയിന്റ് ഇത്രയെന്നല്ലേ കാണുള്ളൂ, കറക്റ്റ് നമ്പർ അറിയില്ല. പിന്നെ വിളിച്ച് ചോദിക്കും. എന്നിട്ട് ഞാൻ കറക്റ്റ് നമ്പർ പറഞ്ഞു കൊടുക്കണം എത്രയാണ്. എന്നുവെച്ചാൽ പപ്പയ്ക്ക് കുറച്ചുകൂടെ വർക്ക് ഹോളിക്കാണ്. അപ്പോൾ പപ്പയ്ക്ക് വർക്ക് ചെയ്യണം, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ പപ്പയ്ക്ക് അത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണല്ലോ ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നത്. അപ്പോൾ പപ്പ അങ്ങനെ പറയുമ്പോൾ എനിക്കും അതൊരു മോട്ടിവേഷനാണ്. ഓക്കെ, ഞാൻ ഇനിയും ചെയ്യണം അങ്ങനെ. അപ്പോൾ ഫാമിലി മൊത്തം അത് എൻ്റെ ഒരു നല്ലൊരു ഭാഗ്യമാണ്. കാരണം അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാനിപ്പോൾ എന്ത് കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിലും അവർ ഭയങ്കര നല്ല വീട്ടുകാരാണ്. അത് നല്ല ആൾക്കാരാണ്. ഇങ്ങനെ പപ്പയൊക്കെ ഇങ്ങനെ ഇപ്പം അവരിങ്ങനെ എവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേന് ഇത് ചിലപ്പോൾ കോണ്ടന്റ് ആക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ടോ? ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ? ഇല്ല. ഇപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ അങ്ങനെ കൂടുതലും ആരും അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല. ഇപ്പം ഞാൻ വല്ല സജഷൻസ് ചോദിക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം പറയുന്നല്ലാതെ അവരായിട്ട് എന്നോട് അങ്ങനെ കണ്ടില്ല. കാരണം ഇപ്പോൾ എൻ്റെ അമ്മയായാലും പപ്പയിലും ചേച്ചിയായാലും ഞാനായാൽ പോലും ഈ ഒരു സാധനമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരായിരുന്നു. പിന്നെ ഞാൻ ഇതിനകത്ത് എന്തോ ഒരു ഇൻട്രസ്റ്റ് ലോക്ക്ഡൗണിൽ വന്നിട്ട് അങ്ങനെയാതാ. അപ്പം അവരാരും ഈ ഒരു സാധനത്തിനോട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയല്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഐഡിയ ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ചോദിക്കുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും കൂടെ നിന്ന് എല്ലാം പറഞ്ഞു. ഒരുപാട് ഫാൻസ് ഉണ്ട് എന്തായാലും. ഇപ്പോൾ ഈ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ 2 മില്യൺ ആൾക്കാർ സമ്മതിക്കത്തില്ല. 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 2 മില്യൺ ആൾക്കാർ തേജ ഇഷ്ടപ്പെടുന്നതാണ്. എന്നാലും ചിലപ്പോൾ ഈ കുറച്ച് ആൾക്കാർ കാണുമല്ല, വീഡിയോസ് ഒക്കെ കാണും. ചിലപ്പോൾ ചിലർ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടിട്ട് വീഡിയോസ് മാത്രം കാണുന്നവരും. അപ്പോൾ അതിലും കൂടുതൽ എന്തായാലും കാണും. അപ്പോൾ ഈ ഫാൻ മൊമെന്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഫാൻ മൊമെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുഞ്ഞു പിള്ളേരാണ്. ഇപ്പോൾ ഒരു കോളേജിൽ ഞാൻ പോവുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാർക്ക് ഞാൻ ആരാന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഒരു സ്കൂളിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു 50% കുട്ടികൾക്ക് ചിലപ്പോൾ അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ ഓഡിയൻസ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ ചെറുതും ഉണ്ടാവും വലുതുണ്ടാവും. ഈ ചെറിയ കുട്ടികൾ പറയുമ്പോൾ ഭയങ്കര നിഷ്കളങ്കരായിരിക്കും. അവർക്ക് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും. അല്ലാതെ അവർ അയ്യോ ഞാൻ കാണിക്കരുത്, അവരെന്തെങ്കിലും വിചാരിക്കും അങ്ങനെ ചിന്തിക്കില്ല കുഞ്ഞു പിള്ളേർ. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നോക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് കുഞ്ഞു പിള്ളേരാകുമ്പോൾ എന്തായാലും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി കാണുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജിമ്മിന് പോയപ്പം അവിടെ വരുന്ന ഒരു ചേട്ടൻ്റെ മോനുണ്ട്. അവൻ ഇന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ജിമ്മിൽ എന്തോ കണ്ണാടി കൂടെ എന്നെ കണ്ടത്. അവനിങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ വായൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന ചെറുത്. പിന്നെ ജിമ്മിൽ മൊത്തം എൻ്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുട്ടികളെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കമ്പനിയായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെ കുഞ്ഞു പിള്ളേർ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ്. ജിമ്മിൽ പോകുന്ന പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം അയ്യോ ജിമ്മോ എന്തിനായിരിക്കും ജിമ്മിൽ പോകുന്നത്? വെയിറ്റ് ഗെയിൻ ചെയ്യാൻ, എനിക്ക് കുറയ്ക്കാൻ ഇതിനകത്തൊന്നും ഇല്ല. അതാണ്, ഇതിന് കുറയ്ക്കാൻ മാത്രം ഒന്നും ഇല്ല. മറ്റേ സിനിമയ്ക്കൊക്കെ പറഞ്ഞ പോലെ അത് ശരീരമില്ല ആത്മാവ് മാത്രമേ ഉള്ളൂ പറഞ്ഞത്.
ഞാൻ പോയി എന്തിനാണ് ഇപ്പൊ ജിമ്മിൽ പോകുന്നത്? വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണല്ലേ? അപ്പൊ മറ്റേ പേരൻസ് ഫ്രണ്ട്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞു, നീ ഫുഡ് കഴിക്കും, ജിമ്മിൽ പോയിട്ട് കാര്യമില്ല അങ്ങനെ പറയാറുണ്ടോ? അതായത് എനിക്ക് അറിയത്തില്ല, എനിക്കെന്തോ ജിമ്മിന് പോകാൻ തോന്നി. പിന്നെ അമ്മ ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് വന്നിട്ട് പറയും, നിന്റെ ശരീരം എന്ന് വെച്ചാൽ നീ ഫുഡ് കഴിച്ചാൽ കാണുന്ന ശരീരമാണ്, അപ്പോൾ നീ ജിമ്മിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാമെന്ന് പറഞ്ഞിട്ട് അമ്മൻ്റെ അനാവശ്യ മോട്ടിവേഷൻ ആയിരുന്നു എന്നെ ജിമ്മിന് പോകാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇപ്പം ആക്ച്വലി എനിക്ക് ഒരു ഇൻസെക്യൂർഡ് അല്ല എൻ്റെ ബോഡിയിൽ, പക്ഷേ ഞാനിങ്ങനെ വിചാരിച്ചു, ഇതിലും ബെറ്റർ ആയി കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അപ്പം അങ്ങനെ ഞാനും ചേച്ചിയും കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ രണ്ടാളും രാവിലെ എനിക്കും ജിമ്മിന് പോകും, തിരിച്ചു വരും. അങ്ങനെ നേരത്തെയൊക്കെ ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരുന്നു. ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെയൊക്കെ ഈ സമയത്തൊക്കെ അന്നൊക്കെ ഒട്ടും വണ്ണമില്ല. അന്നൊക്കെ മറ്റേ പുറത്തിറങ്ങി കഴിയുമ്പോഴേ നാട്ടുകാർ പറയും, കൊച്ചൊന്നും കഴിക്കത്തില്ലേ, മറ്റേ വണ്ണം ഇല്ലല്ലോ, എല്ലുംതൊലി പോലൊക്കെ ആയല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ വണ്ണം വെച്ചപ്പോ അതും മതിയായിരുന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആരെങ്കിലും എന്തൊക്കെ ഇല്ല, ഞാൻ ആക്ച്വലി ബോഡിയിൽ അങ്ങനെ ഇൻസെക്യൂർഡ് ഒന്നുമല്ല. കാരണം എനിക്ക് കുറച്ച് എന്നോടുള്ള ഇഷ്ടം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും എന്തൊരു സുന്ദരിയ എനിക്ക് തോന്നും. അത് ബാക്കിയുള്ളവർക്ക് തോന്നണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ ഭംഗിയല്ല വേറൊരാളുടെ കണ്ണിലെ ഭംഗി. പക്ഷെ എൻ്റെ കണ്ണിൽ ഞാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇൻസെക്യൂർഡ് ആയിട്ട് തോന്നില്ല. പിന്നെ അമ്മ ഇനിയും നല്ല രസം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഒരു കുറച്ചുകൂടെ രസമാവട്ടെ എന്ന്. ആരെ പോലൊക്കെ ആവണമെന്നാണ് എനിക്കങ്ങനെ ഇല്ല. അല്ല എന്നാലും നമ്മൾ സങ്കല്പമൊക്കെ ആണല്ലോ. പക്ഷേ ജിമ്മിലൊക്കെ പോവാണെങ്കിൽ ഐശ്വര്യ അങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും തോന്നുമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ജിമ്മിൽ പോവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും മൈൻഡിൽ ഒരാളെ കാണും, അതേപോലെയൊക്കെ ആവും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്കറിയാം ഞാൻ മെലിനിറ്റാണ്, പക്ഷേ അതിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി കുഴപ്പമില്ല. പക്ഷേ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ മെലിഞ്ഞിരിക്കുന്നത്. സോ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അല്ലാതെ എനിക്ക് എന്നെ കാണുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഹെൽത്ത് വൈസ് അത് പ്രശ്നമാണ്. വെറുതെ നമ്മൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ, അപ്പോൾ വെറുതെ അതിലിട്ട് കളിക്കണം തോന്നി. അപ്പോൾ ജിമ്മാണെങ്കിൽ കുറച്ചുകൂടെ, അതായത് വെയിറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി വെയിറ്റ് അല്ല, കുറച്ച് മാറിയാൽ, പക്ഷേ എനിക്ക് ബോഡി ഫിറ്റ് ആയിട്ടിരിക്കണം. അതാണ് എൻ്റെ മെയിൻ സംഭവം. അതാണ് വിചാരിക്കുന്നത്. ഒന്ന് ബോഡി ഫിറ്റ്, ഒന്ന് ഹെൽത്തി ആവണം. മുന്നേ എനിക്ക് നല്ല ഒടുക്കത്തെ സ്റ്റാമിന ആയിരുന്നു, പക്ഷേ ലോക്ക്ഡൗൺ ആയതും പിന്നെ എനിക്ക് സ്റ്റാമിനയൊക്കെ ഭയങ്കര കുറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ബോഡി ഫിറ്റ് ആവണം. പിന്നെ അമ്മൻ്റെ പ്രചോദനം പോലെ ഇനിയിപ്പോൾ നല്ല സുന്ദരിയാവുകയാണെങ്കിൽ അതും കൂടെ ആയിക്കോട്ടെ. ഇപ്പൊ ഈ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇപ്പൊ KFC ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ? ഇല്ല, ഞാൻ കോച്ചിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്രോസ്റ്റഡ് ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. ലൈഫിൽ എനിക്ക് അത് മാത്രം ഒഴിവാക്കാൻ. അതെ, ഞങ്ങൾ പോയത് ആദ്യം പറഞ്ഞത് പെപ്സി ഒഴിവാക്കണം, ഇങ്ങനത്തെ ബ്രോസ്റ്റഡ് ഒഴിവാക്കണം, എണ്ണ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ രണ്ടെണ്ണം എനിക്ക് പറ്റത്തില്ല, എനിക്കതില്ലാതെ പറ്റത്തില്ല. പിന്നെ ലാസ്റ്റ് കൊച്ചും വിചാരിച്ചു ആകെ തിന്നുന്നത് അത്, എന്നാൽ പിന്നെ തിന്നോട്ടെ. പക്ഷെ അതൊക്കെ ഭയങ്കര അൺഹെൽത്തിയാന്ന് എനിക്കും അറിയാം, പക്ഷെ എൻ്റെ ഒരു ദുശീലമായി പോയി അത്. അപ്പോൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡ് എന്താ? ഞാൻ ഒരു സ്മൂത്തി, അമ്മ എനിക്കൊരു സ്മൂത്തി ഉണ്ടാക്കി തരും, അതും എല്ലാ ദിവസവും മുട്ടയും. ഇതാണ് ഞാൻ ആകെ കഴിക്കലുള്ളൂ. ശരിക്കും ഇതേ കഴിക്കലുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും അകത്ത് പോകുന്നൊന്നുമില്ല. രാവിലെ മാത്രം ജിമ്മ് കഴിഞ്ഞ് വന്നാൽ വേഗം സ്മൂത്തിയും കുടിക്കും, അതേപോലെ മുട്ടയും കഴിക്കും, പിന്നെ വല്ല ദോശ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് തൊട്ട് ഉഴപ്പാണ്, കാരണം ഞാൻ പുറത്തായിരിക്കും മിക്കവാറും ഉച്ച സമയത്ത്. അപ്പോൾ പിന്നെ വീണ്ടും KFC പോകും, പെപ്സി കുടിക്കും, മറ്റേ ബ്രോസ്റ്റഡ് കഴിക്കും, പിന്നെ തീർന്നു. പിന്നെ രാത്രി വീട്ടിൽ വന്നാൽ പകുതി വിശപ്പുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാലും അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ രാവിലെ മാത്രം ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഉച്ചക്കും രാത്രിയും പോവും. ഇപ്പം നമ്മൾ വീഡിയോസിനൊക്കെ ഫാമിലിയെയും കാണാറുണ്ട്, പപ്പ മമ്മി പൂജനെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ, എനിക്കൊരു പൂജ കുറച്ചുകൂടെ ഇൻട്രോവേർട്ട് ആണല്ലേ, ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ മുന്നിൽ മാത്രം. അവൾ അങ്ങനെയാണ്, അതായത് അത്ര നേരം അവിടെ കൗണ്ടർ അടിച്ച് എന്നെയൊക്കെ അടിച്ചമർത്തി അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ക്യാമറ ഓൺ ചെയ്താൽ ഒറ്റ ഇങ്ങനെ. അത് അവൾക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അതായത് ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആ ഒരു രീതിക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. അത് ആക്ച്വലി നമ്മൾ ചിലപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും പെട്ടെന്ന് വ്ളോഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഹലോ ഗായ്സ് എന്ന് നമ്മൾ തുടങ്ങും. പക്ഷേ ചേച്ചിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒന്ന് ചിരിച്ചൊരു എക്സൈറ്റ്മെൻറ്റ്, അത് അവൾക്കൊരു ഇതില്ല. ഇപ്പോൾ അവളുടെ ബർത്ത്ഡേ വീഡിയോ ലാസ്റ്റ് ഇട്ടതിൽ ആ ഒരു ഫ്ലോ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാധനം തുറക്കുക, ആൻസർ പറയാം, അപ്പോൾ അവൾ ഭയങ്കര ആക്റ്റീവായിട്ട് പോയി. പക്ഷെ അതല്ലാതെ വീഡിയോക്ക് വേണ്ടി കെട്ടിയൊരുങ്ങി വന്ന് അവിടെ ഇരുന്ന് മറ്റേത് ഓൺ ചെയ്ത് ഇനി നീ അഭിനയിക്കാം, അതവൾക്ക് കുറച്ച് ഇതാണ്. അപ്പൊ ഈ നമ്മളെന്തായാലും ഫാമിലിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിലൊക്കെ ചുമ്മാ പറഞ്ഞിട്ട് സൗന്ദര്യപ്പിണക്കം ഒക്കെ കാണുമല്ലോ. ഇപ്പൊ പിണങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു എന്താ പറയുക ഡെയിലി റൂട്ടീൻ ഒരു ഭാഗം തന്നെയാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മൾ ഈ പിണങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ആ സമയത്ത് എന്താ ചെയ്തത്? കാരണം ഇവരൊക്കെ ചിലപ്പോൾ വേണ്ടുന്ന കണ്ടന്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെ ഇവരെയൊക്കെ പിടിച്ചു നിർത്തി എന്തായാലും ഷൂട്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഇപ്പൊ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും? വീട്ടിൽ അങ്ങനെ വലിയ കാര്യത്തിൽ നമ്മളാരും വഴക്കിടലില്ല. അതായത് എന്തേലും
എന്നുവെച്ചാൽ അങ്ങനെ ഭയങ്കര കുറവാണ് വീട്ടിൽ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വരാറുമില്ല. പിന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കാണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തൊട്ട് മുന്നേ ആയിരിക്കും പോയി പറയാം. അപ്പോൾ പിണക്കുള്ള സമയമാണെങ്കിൽ ഞാൻ മിണ്ടത്തില്ലല്ലോ. പക്ഷെ പിണക്കം അങ്ങനെ കുറവാണ്. ഞാൻ ഓർക്കാൻ മാത്രം പ്രത്യേകിച്ച് ഇപ്പോൾ പിണക്കമൊന്നും വരുന്നില്ല. മിക്ക സമയത്തും എല്ലാവരും ഒന്നുമില്ലെങ്കിൽ അവരുടെ പണി നോക്കിയിരിക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ വലിയ വഴക്കൊന്നും ഇടാത്ത ഒരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനും ചേച്ചി അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയലുണ്ട്. പക്ഷെ അത് വഴക്കല്ല, നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കുക അങ്ങനെ. ഈ ദേഷ്യം വരുമ്പോഴും പിണക്കം വരുമ്പോഴൊക്കെ തേജ എന്താ ചെയ്യാറുള്ളത്? ചിലർ മറ്റേ ഫുഡ് കഴിക്കും, ചിലർ പിന്നെ മിണ്ടാതിരിക്കും, റൂമിൽ കയറി കഥ അടച്ചിരിക്കും. തേജ എന്താ ചെയ്യാറുള്ളത് ദേഷ്യവും വിഷമവും ഒക്കെ വരുമ്പോൾ? എനിക്ക് അങ്ങനെ ഈ ദേഷ്യവും സങ്കടവും ഞാൻ പുറത്ത് എക്സ്പ്രസ് ചെയ്യാറില്ല. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിലും ഇങ്ങനെ വല്ലതും ആയിക്കഴിഞ്ഞാൽ ഇപ്പം അമ്മ എന്നെ വഴക്ക് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഒന്ന് മുഖം കഴുകും. പിന്നെ ഞാൻ പഴയ പോലെ എനിക്ക് നടക്കാൻ ഞാൻ റോബോട്ട് പോലെയാണ്. പ്രത്യേകിച്ച് ഇമോഷനൊന്നും ഇല്ല. ഇപ്പോൾ കരിയും 2 സെക്കൻഡ് ഞാൻ ഓക്കെ ആവും. അങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ് എൻ്റെ ദേഷ്യവും സങ്കടവും. പിന്നെയെന്ന് വെച്ചാൽ എനിക്കത് സെൽഫ് കൺട്രോൾ ചെയ്യാൻ അറിയാം. ഇതുവരെ എൻ്റെ കൺട്രോൾ വിട്ടു പോകുന്ന അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നാലും അതൊരു 5 മിനിറ്റിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകത്തില്ല. അതിപ്പോൾ ഇനി വേറൊരാൾ വന്ന് കംഫർട്ട് ചെയ്യണമെന്നില്ല, ഞാൻ തന്നെ ഓക്കെ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് വലിയ ദേഷ്യപ്പെടാനുള്ള സിറ്റുവേഷനൊന്നും ഇല്ല. എനിക്ക് ചുറ്റും ഓൾമോസ്റ്റ് എല്ലാം നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. നല്ല സന്തോഷം സന്തോഷം മാത്രം. ഓക്കെ, ഇപ്പം ഈ കണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ഇടാതെ പോയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കണ്ടന്റ് ഷൂട്ട് ചെയ്ത് ഇടാതെ പോകുന്നതിനേക്കാൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്റ്റുഡിയോ കെട്ടുന്നതിൻ്റെ വീഡിയോ സ്റ്റുഡിയോ കെട്ടിക്കഴിഞ്ഞിട്ട് അതുവരെ ആർക്കും കാണിച്ചു തന്നിട്ടില്ല, ഫൈനൽ ലുക്ക് ആർക്കും കാണിച്ചു കൊടുത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഫാമിലിയിലത്തെ എല്ലാവരും വരുന്നതും അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. പക്ഷെ എൻ്റെ ക്യാമറയുടെ മെമ്മറി കാർഡ് ഫോർമാറ്റ് ആയിപ്പോയി. അങ്ങനെ ഭയങ്കര നല്ല വീഡിയോ ആയിരുന്നു. അതായത് സ്റ്റുഡിയോ കെട്ടുന്നതിൻ്റെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റേജസ് ഒക്കെ ആയിട്ട് അത് നല്ലൊരു വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഓരോരുത്തർ കാണുമ്പോൾ റിയാക്ഷൻ, അങ്ങനെ അതെനിക്ക് കുറച്ച് സങ്കടമായി. പിന്നെ ഞാൻ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു, സങ്കടപ്പെട്ടിരുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഓക്കെ. അപ്പോൾ ഇത്ര നേരം കുറേ കാര്യങ്ങൾ സംസാരിച്ച് നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ, ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ലൈഫിൽ ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ് തേജയ്ക്ക്? തേജയോട് ആരെങ്കിലും ചോദിച്ചതോ? അയ്യോ, എനിക്ക് ഇങ്ങനെയൊന്നും ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല. എന്തോ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലോ ഒക്കെ ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കമന്റ് എന്തായിരിക്കും? എനിക്ക് ഓർമ്മയില്ല. എന്തുവാ ഇറിറ്റേറ്റിംഗ് ആയിട്ട്? ഈ കൈനടുത്ത് ഇല്ല, അതും ഇല്ല, ഒന്നുമില്ല. ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സാധനം മാത്രം പറഞ്ഞ് ഇറിറ്റേറ്റ് ഇല്ല. ഇപ്പോൾ ഓരോ വീടിൻ്റെ താഴെ ഓരോ നെഗറ്റീവ് ഉണ്ടാവും. അത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല, അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതല്ലാതെ റെഗുലറായിട്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഒരേ സാധനം തന്നെ പറയലായിട്ട് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ടില്ല. അവിടെയും ഇവിടെ ഇങ്ങനെ കുറച്ച് അത്ര. എന്നാലും ഇപ്പൊ കണ്ടിട്ടുള്ളത് ഏറ്റവും ഓർമ്മയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇറിറ്റേറ്റിംഗ് ആയിട്ട് അതൊരു വീഡിയോൻ്റെ ആയിരുന്നു. എനിക്ക് കുറച്ച് ഈ ഇന്നോവേഴ്സിൻ്റെ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ആൾക്കാർ എൻ്റെ താഴെ വെച്ചു, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ അതെനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. എല്ലാവരും ഞാൻ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല. ഈ ലോകത്ത് പല ഡിഫറെൻ്റ് ആൾക്കാരുണ്ടാവും. സോ ആദ്യം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി, കാരണം അതൊരു കൈൻഡ് ഓഫ് ബോഡി ഷേമിംഗ് ആണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ, എനിക്ക് എന്നിൽ ഓക്കെയാണ്. അപ്പം വേറൊരാൾക്ക് അത് ഓക്കെ അല്ലെങ്കിൽ ഇത് അവരുടെ പ്രശ്നമാണ്, അത് ഞാൻ വെറുതെ ബോധർ ചെയ്ത് കാര്യമില്ല എന്നിട്ട് പിന്നെ എനിക്കത് സീനൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പപ്പ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ ഒത്തിരി പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ മുന്നേ ഇപ്പോൾ പപ്പയായിട്ട് അതായത് നമ്മൾ ഭയങ്കര ക്ലോസ് ആണെങ്കിലും ഞാൻ കോൾസ് കുറവായിരിക്കും, കാരണം എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കോളോഗ് നോക്കിക്കഴിഞ്ഞാൽ പപ്പ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഓരോ 1 മണിക്കൂർ അതെ ഇങ്ങനെ ചെയ്തു, എന്താ ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തു, എന്താ ചെയ്യേണ്ടത്. പപ്പ ഇപ്പം മീറ്റിങ്ങിൻ്റെ ഇടയിലാണെങ്കിലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പപ്പ എൻ്റെ കോളെടുത്ത് എൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച് അങ്ങനെ. അപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് താഴെ വന്നാൽ ഞാൻ അപ്പോൾ പപ്പേനെയാന്ന് വിളിക്കുക. അപ്പോൾ പപ്പ എന്നെ ബൂസ്റ്റ് ചെയ്തോളും, പിന്നെ ഞാൻ ഓക്കെ ആയിക്കോളും. അങ്ങനെ ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഗ്ലൂക്കോസ് കഴിക്കുന്ന പോലെയാണ് എനിക്ക് ഡള്ളായിട്ടിരിക്കുമ്പോൾ ഞാൻ പപ്പേനെ വിളിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം. ഓക്കെ, ഏറ്റവും വലിയൊരു ഫാൻ മൊമെന്റ് ഇത്രയും നാളത്തെ യൂട്യൂബ് ലൈഫിനിടയിൽ? വലിയൊരു ഓക്കെ, ഞാൻ 12th പഠിക്കുമ്പം ഞാനൊരു കോമ്പറ്റീഷൻ ആയിട്ട് വേറെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു സ്കൂളാണ് എൻ്റെ ഓഡിയൻസിൻ്റെ ഏജ് കാറ്റഗറി. അപ്പോൾ അവിടെ കുറേ പേർക്ക് മേ ബി അറിയുമായിരിക്കും, ഞാൻ പറയുന്നില്ല സ്കൂളിലത്തെ എല്ലാവർക്കും അറിയുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്കൂളിൽ ആ സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് അത് റെസ്ട്രിക്റ്റ് ചെയ്തു. ഇന്നെ റൂമിൽ തന്നെ അടിച്ചിട്ടു, ഈ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു.
ഈ പുറത്തിറങ്ങുമ്പോൾ പിള്ളേരൊക്കെ വരുന്നു ഞങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ, പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടം. കാരണം എനിക്കിഷ്ടമാണ് കുഞ്ഞു പിള്ളേർ ആരിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എന്തോ എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ട് അല്ലേ. അപ്പോൾ എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കാണാൻ ഒരാൾ വരിക അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ട് വരിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സ് എൻ്റെ ഉള്ളിലിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇന്നെ തിരിച്ചു കൊണ്ടുവന്നെ, അമ്മ വന്നാൽ മതി, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന്. നമുക്ക് 2-3 ദിവസം അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2 ദിവസം എന്നെ അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അത് ഞാൻ 12th പഠിക്കുമ്പോഴാട്ടി എന്നെ അടച്ചിരുന്നു, ഞാൻ ചെറുതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്നെ വിളിക്കാൻ വന്നത്. അപ്പോൾ എനിക്ക് അമ്മയുടെ കൂടെ പുറത്തിറങ്ങാമല്ലോ, പിന്നെ അമ്മയാണല്ലോ എൻ്റെ മേലെയുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. അങ്ങനെ അമ്മ എന്നെ വിളിക്കുന്നത്, ഞാൻ അമ്മയായിട്ട് പോകാൻ നേരത്ത് കുറേ കുട്ടികൾ വന്നു. അങ്ങനെ കുറേ കുട്ടികൾ വന്നതും പിന്നെ അത് കണ്ട് കുറേ പേര് വന്നു. അങ്ങനെ എൻ്റെ ചുറ്റും കുറേ ആൾക്കാർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പോൾ എല്ലാവരായിട്ടും ഫോട്ടോ എടുത്ത് എല്ലാവരായിട്ടും സംസാരിക്കുന്ന അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ. അത് നല്ലത്. ലൈഫിൽ ഏറ്റവും വിയേർഡായിട്ട് ചെയ്തൊരു കാര്യം എന്തായിരിക്കും? ഓക്കെ, ഞാൻ എൻ്റെ ഐസ് തിന്നുന്ന സ്വഭാവമായിരിക്കും എനിക്ക് ഭയങ്കര വിയേർഡായിട്ടുള്ള. ഇപ്പം എന്നെ ഇൻ്റർവ്യൂവിന് താഴെ വിളിക്കാൻ വന്നില്ലേ, അത് ഞാൻ എന്ത് കഴിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കയ്യിലൊരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ, ഞാൻ ആക്ച്വലി എന്തോ കഴിക്കുന്നത് കണ്ട, അപ്പം ഞാൻ വെച്ചു കറുമുറ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പലഹാരം കഴിക്കുമായിരിക്കും. എന്നാൽ ഇത്രയും സൗണ്ട് വരുമോ പലഹാരത്തിനൊക്കെ? ഐസ് കഴിച്ചാണോ? അതെ, എനിക്ക് തോന്നുന്നു അയൺ ഡെഫിഷ്യൻസി, അത് ഏതൊരു അയൺ ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അതുള്ളത് കൊണ്ടാണ് ഐസ് ക്രേവിങ്സ് വരുന്നത് എന്ന് മറ്റേ ഇങ്ങനെ ഈ ക്രോമിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഐസ് ഭയങ്കര വല്ലാത്തൊരു അഡിക്ഷനാണ്. ഞാനിപ്പോൾ KFCയിൽ പോകുമ്പോൾ, ഞങ്ങളുടെ പാലക്കാടത്തെ KFCത്തെ അവർക്ക് ഞാൻ പോയാലേ എൻ്റെ ഓർഡറിൻ്റെ കൂടെ അവരായിട്ട് തന്നെ ഒരു ഐസ് ഗ്ലാസ് വെച്ചുതരും. ഞാൻ ചോദിച്ചു അവർക്ക് മനസ്സിലായി. അത് ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു സ്വഭാവമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഫുഡിന് വേണ്ടിയിട്ട് വീട്ടിൽ ഞാൻ പൈസ സ്നാക്സ് ഒന്നും വാങ്ങത്തില്ല. വീട്ടിൽ ഞാൻ ഐസ് ക്യൂബ് ഉണ്ടാക്കാനുള്ള മോൾഡ് മാത്രമേ വാങ്ങാറുള്ളൂ. എന്നിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ചു എനിക്ക് ഏതാണ് കംഫർട്ടബിൾ കഴിക്കാമെന്ന്. ഇങ്ങനെ നീളത്തിലൊരു ഐസ് ക്യൂബിൻ്റെ ഒരു മോൾഡ് ഉണ്ട്. അതാകുമ്പോൾ ഒരു 5 ഒരു ഗ്ലാസ്സിലിട്ടിട്ട് വന്നതിന് അങ്ങനെ ഓരോന്നെടുത്ത് കോലുമുട്ടയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം. അതാണ് എൻ്റെ വിയേർഡ് സ്വഭാവം. ഞാൻ ഐസ് വല്ലാതെ കഴിക്കും. അയ്യോടാ. അപ്പോൾ വീട്ടുകാരൊക്കെ എന്ത് പറയും? പപ്പ മമ്മിയൊക്കെ ഇതാ എന്നാലും ആദ്യം കഴിച്ചു തുടങ്ങുമ്പോൾ എന്തേ കൊച്ചു കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറയാറില്ലേ? ആക്ച്വലി അവർക്ക് ആദ്യം അത് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ഞാൻ ഒരുമാതിരി അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു മൃഗമായിട്ട് തോന്നുന്നു. ഞാൻ ഈ ഐസൊക്കെ എടുത്തൊരു കറുമുറ, അത് ഒരെണ്ണമല്ലല്ലോ, ഒരു ഗ്ലാസ് മൊത്തം എടുത്ത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ. പിന്നെ അവർക്ക് മനസ്സിലായി എൻ്റെ വളരെ യുണീക്ക് ആൻഡ് വിയേർഡായിട്ടുള്ളൊരു സ്വഭാവമാണെന്ന്. അങ്ങനെ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് വെള്ളം ഫ്രീസ് ചെയ്ത് കഴിക്കുന്നതാണല്ലോ. പക്ഷേ ആരൊക്കെയോ പറയുന്നത് പല്ലിന് നല്ലതല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ലതല്ലാതെ ആയിരിക്കും വരിക. ഞാൻ എന്തായാലും മറ്റേ കള്ളു കുടിച്ച് ഹെൽത്ത് കിടക്കുന്നത്, ഞാൻ കുറച്ച് വെള്ളമല്ലേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ അവർക്ക് ശീലമായി. ഏറ്റവും വിയേർഡായിട്ട് ഹെയർ കളർ ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒരു മൊമെന്റ് ഉണ്ടോ? തുടക്കത്തിൽ ഞാൻ ഒരു ഗ്രീൻ കളറായിരുന്നു ആദ്യം ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു സാധനം ചെയ്തത്. അത് ചെയ്തപ്പോൾ പുറത്ത് ഞാൻ എവിടെ പോകുമ്പോഴും ആൾക്കാരൊക്കെ എന്നെ ഒരു അന്യഗ്രഹ ജീവനെ പോലെയാണോ നോക്കുക. അത് കണ്ടതും എല്ലാവരും അങ്ങനെ നോക്കുക. അപ്പം എനിക്കത് ശീലമായി. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ തലയിലൊരു 6 കളേഴ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആൾക്കാർ ഇതേപോലെ നോക്കുക. പക്ഷേ എനിക്കത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എവിടെ പോകുമ്പോഴും ആൾക്കാർ എത്ര കളറായിട്ട് ഇങ്ങനെയൊക്കെ നോക്കും. ചോദ്യം പറിച്ചിലൊന്നുമില്ല, നേരെ ഒന്ന് മുടിയാന്ന് ഇങ്ങനെ നോക്കുക. അങ്ങനെ. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്, കാരണം ആർക്കും കാണാത്ത വെറൈറ്റി സാധനങ്ങളാണല്ലോ എൻ്റെ തലയിലുള്ളത്. അപ്പോൾ ആൾക്കാർ കണ്ടോട്ട് ഞാൻ ഇങ്ങനെ മ്യൂസിയം പോലെ പ്രദർശിപ്പിക്കും, എല്ലാവരും കണ്ടോട്ട്. എനിക്ക് തോന്നുന്നു 1 year ബാക്ക് ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേന് പല കളേഴ്സ് ഉണ്ടായിരുന്നു, ഈ തത്തമ്മ പോലെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ കളർ അടിച്ചിട്ടുണ്ട് ഇപ്പം തലയിൽ? ഞാൻ മറ്റേ റെഡ്, പർപ്പിൾ, ബ്ലൂ, ഗ്രീൻ, പിങ്ക്, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബ്ലോണ്ട്, ബ്രൗൺ, ഓൾമോസ്റ്റ് ഉള്ള എല്ലാതും അടിച്ചിട്ടുണ്ട്. ഇത്രയും അടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളർ ഏതായിരിക്കും? പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത തോന്നുന്നെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കളേഴ്സ് അടിച്ച ആ ഒരു കളർഫുൾ ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ മുടി കൊഴിയുമ്പോൾ വരെ ഞാനിങ്ങനെ എടുത്തു നോക്കും, മയിൽപ്പീലി പോലെ കുറേ കളറൊക്കെ അല്ലേ. പിന്നെ ആ മുടി ഇങ്ങനെ നോക്കുമ്പോഴും ഭയങ്കര വെൽവെറ്റ് പോലെയായിരുന്നു. ഒരു പർപ്പിൾ കളറൊക്കെ ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു ചാൻസും കൂടെ കിട്ടി എനിക്ക് അത് അടിക്കണം. പക്ഷേ ഇപ്പം മുടി നീളമല്ലാത്ത മുടിയിൽ അടിച്ച രസമുണ്ടല്ലോ, കുറച്ച് വളർത്തിയിട്ട് വേണം ഇനി കുറേ കളർ അടിച്ച് കൂട്ടാൻ. ഇങ്ങനെ എന്തായാലും ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ കളർ അടിക്കുമ്പോഴും വീട്ടിലൊക്കെ എന്താ പറയാറുള്ളത്? ഇത്രയും ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കളേഴ്സ് അടിക്കുമ്പോഴത്തേനെ അമ്മയൊക്കെ എന്തായാലും അവർ കുറേ കൂടെ പഴയ ആൾക്കാരാകുമ്പോഴത്തേന് അയ്യോ മോളെ മുടി പോകും, മുടിയൊക്കെ സൂക്ഷിക്കണ്ടേ, ഡ്രൈ ഒക്കെ ആവുമല്ലോ എന്തായാലും, അപ്പം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അമ്മ കുറച്ചുകൂടെ ഭയങ്കര മോഡേണായി ചിന്തിക്കുന്ന വളരെ മോഡേൺ ഫാമിലിയാണ് എൻ്റെ. അപ്പോൾ അമ്മയ്ക്കും പപ്പയ്ക്കും അവർക്ക്, അതായത് എന്നോട് എപ്പോഴും പപ്പ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ലൈഫിൽ എന്തും ചെയ്തോ, പക്ഷെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം ആലോചിച്ചത് ഇത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന്. അതായത്
ഇപ്പോൾ ഞാൻ വല്ല ഹൈവേയിൽ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ എനിക്ക് അറിയാം ഇത് ചിലപ്പോൾ മേ ബി ഡേഞ്ചറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സീൻ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യും കാലും ഓടി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ അല്ല. അത് പറ്റിയ ഒരു പറ്റൽ വല്ലാതെ പറ്റിപ്പോവും. പക്ഷെ മുടി കളർ ചെയ്യുന്ന വെച്ചാൽ ഇന്ന് കളർ ചെയ്തു ശരിയല്ല, നാളെ നമുക്ക് കറുപ്പടിക്കാം, അത് റിവേഴ്സിബിളാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് ചെയ്യുന്നതിൽ വീട്ടിൽ ആരും നോന്നും അങ്ങനെ പറയാറില്ല. ഒരു കാര്യത്തിൽ അങ്ങനെ നോന്നൊന്നും പറയാറില്ല. എന്നോട് പറയും ഈ ചിന്തിച്ച് ചെയ്തോ അങ്ങനെ പറയില്ല. അപ്പോൾ തുടക്കത്തിലൊക്കെ അമ്മേനെയും കൂട്ടിയിട്ട് തന്നെയായിരുന്നു കളർ ചെയ്യാൻ വേണ്ടി പോയത്. പിന്നെ 1-2 കളറിങ് കഴിയുമ്പോൾ അവർക്ക് ശീലമായി. പിന്നെ എൻ്റെ മെയിൻ കണ്ടന്റ് ആയിരുന്നു അവരറിയാതെ കളർ ചെയ്ത് അവരെ സർപ്രൈസ് ചെയ്യുക. ഇപ്പോൾ അവരറിയാതെ പോയി കളർ അടിച്ച് സർപ്രൈസ് ചെയ്ത് അവർക്കൊന്നും വികാരമൊന്നുമില്ല. കാരണം അറിയാം അമ്മ മാത്രം കുറച്ച് എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ വീഡിയോക്ക് വേണ്ടി അമ്മയോട് കുറച്ച് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു. ഇപ്പം അമ്മ ജീവിക്കുന്നതേ എങ്ങനെയാണ്, എന്തെന്നാലും എന്നൊക്കെ പറഞ്ഞു ഓരോന്ന്. ഓക്കെ, ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പപ്പയോട് കുറെ അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അമ്മയും പപ്പ എല്ലാവരും. അപ്പം ലാസ്റ്റ് ആയിട്ട് തേജയ്ക്ക് വഴക്ക് കിട്ടിയത് എന്ത് കാര്യത്തിലാണ് ഇവരുടെ അടുത്തു? അതെനിക്കറിയില്ല. ഞാൻ ഈ പറയുമ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എന്താണെന്നറിയോ, ഇപ്പം അമ്മയ്ക്കും പപ്പയ്ക്കും ഞാനും ചേച്ചിയും കുട്ടികളാണെന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിക്കണമെന്നോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ അല്ല. ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും സൺഡേ വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ട്, നമ്മൾ ഫാമിലി 4 പേര് മാത്രം. അവിടെ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈക്വലാണ്. ഞാനൊരു കാര്യം പറഞ്ഞാലും പപ്പ ഒരു കാര്യം പറഞ്ഞാലും രണ്ടിനും ഒരേ വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ വരെ 4 ആൾക്കും അതിനോടുള്ള എന്താ അഭിപ്രായം എന്ന് പറഞ്ഞ്, അതായത് മറ്റേ ലോകസഭയും രാജ്യസഭയും പോലെയാണ് നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് വഴക്ക് കിട്ടുന്നത് കുറവ്. കാരണം ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും വീട്ടുകാർ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫാമിലി ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും വീട്ടിൽ പറഞ്ഞ് അവർക്ക് ഫുൾ അതിനെപ്പറ്റിയുള്ള നോളജ് ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വഴക്കിടേണ്ട സാഹചര്യം വരുന്നില്ല. കാരണം ഞാൻ അവരറിയാതെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കള്ളത്തരമായിട്ടും ചെയ്യുന്നില്ല. അതായത് ഞാൻ ഏറ്റവും വേണ്ടത് ഫ്രീഡമാണ്. എൻ്റെ വീട്ടിൽ എനിക്കതുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഒരു വഴക്കോ കുറച്ച് അങ്ങനെ ഒന്നുമില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര സ്മൂത്തായി പോകുന്ന ഫാമിലി എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. എനിക്ക് ഇപ്പോഴാണ് റിയലൈസേഷൻ ഉണ്ടായത്. ഓക്കെ, തേജയുടെ ക്യാരക്ടറിൽ തേജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ, ഒരു സ്വഭാവം? ഓക്കെ, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാരണം വേറെ ആരെന്ത് പറഞ്ഞാലും ഞാനിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നണം അത് തെറ്റാണെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ അതേ സ്വഭാവമാണ് പപ്പക്കും. അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് ആ സ്വഭാവം ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാനും പപ്പയും കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതാണ്, അതായത് പപ്പൻ്റെ സ്വഭാവം അത് കാണുമ്പോൾ എനിക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവും അത് കുറച്ച് മോശമാണ്. അതേ സ്വഭാവം എനിക്കുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കുറച്ച് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് എൻ്റെ, പക്ഷെ അതൊരു കണക്കിന് നോക്കുമ്പോൾ അത് ശരിയുവാ. അതായത് നമുക്കൊരു ഇതുണ്ടെങ്കിൽ, നമുക്കൊരു ഇതാണ് ശരി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാ വേറൊരാളുടെ വാക്ക് കേട്ട് നമ്മളത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് പ്രൂവ് ആവുകയാണെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്താൽ പോരെ. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ എടുക്കുന്ന ചില സിറ്റുവേഷനിൽ അത് ചിലപ്പോൾ കുറച്ച് ഞാൻ കുറച്ചുകൂടെ സ്റ്റബേണായി നിൽക്കുന്ന പോലെ മേ ബി തോന്നും, കുറച്ച് വാശി പോലെ അല്ല. പക്ഷെ എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോലെ, ഇതൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്താണ്? എനിക്കില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ക്യാരക്ടർ ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ കൂടിപ്പോയാൽ എനിക്കത് ഡേഞ്ചർ ആവുമോന്നൊരു പേടി, അതുകൊണ്ട് അത് ഇടയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് ഉള്ളത് വളരെ നല്ലതായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഒരു, എനിക്കറിയില്ല, എനിക്ക് എന്നെ ഇഷ്ടമാണ് മൊത്തത്തിൽ. പക്ഷെ ഇതൊക്കെ കുറച്ച് കൂടുതലാന്ന് കാണുന്നവർ പറയുമായിരിക്കും. പക്ഷെ ഗൈസ് എനിക്ക് എന്തോ എന്നെ ഇഷ്ടമാണ്. ഓക്കെ, തേജയെ പറ്റി തന്നെ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു റൂമർ എന്താണ്? അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഓഡിയൻസ് കൂടുതൽ ചെറിയ പിള്ളേരാണ്. അവരങ്ങനെ റൂമർ ഉണ്ടാക്കാനോ ട്രോൾ എന്ന ടൈപ്പ് അങ്ങനെയൊന്നുമില്ല. അവർ വളരെ പോസിറ്റീവായിട്ട് വീഡിയോ കാണുന്നു, വളരെ പോസിറ്റീവായിട്ട് അത് ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ഇടുന്നു, അങ്ങനെ വളരെ നല്ലൊരു ഓഡിയൻസ്. അപ്പോൾ എനിക്ക് ഞാനിതുവരെ എന്നെപ്പറ്റി റൂമേഴ്സ് അങ്ങനെ വലിയതായിട്ട് കേട്ടിട്ടൊന്നുമില്ല. കാരണം റൂമേഴ്സ് അല്ലെങ്കിൽ ട്രോൾസ് ഒക്കെ വരുന്നത് എപ്പോഴാണ് നമ്മുടെ ഓഡിയൻസ് കുറച്ചുകൂടെ വലുതാകുമ്പോൾ അവർ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യും. എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചു പിള്ളേർ അവർക്ക് അങ്ങനെ വലുതാണെന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അടുത്തത് ലൈഫിൽ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്തായിരിക്കും? ഞാൻ ഇല്ലയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. ഞാൻ എല്ലാ ദിവസവും ഞാൻ മണ്ടത്തരം ചെയ്യാറുണ്ട്. പക്ഷെ വലിയ മണ്ടത്തരം എന്ന് പറയുമ്പം എന്നാലും ഓർത്തിരിക്കുന്നതിൽ ഒരിക്കലും മറക്കാത്തൊരു അബദ്ധം, ഇത് മണ്ടത്തരത്തിൽ പെടുവായിരിക്കണം. ഞാൻ ഒരു ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്കൂൾ ടൂറ് മൈസൂരായിരുന്നു. രണ്ടും സെയിം ഡേ ആണ്. ചെന്നൈയിലെ ഇവൻറ്റും സ്കൂൾ ടൂറ് മൈസൂരും സെയിം ആണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാം, എനിക്ക് ചെന്നൈത്തെ ഇവൻറ്റും കളയാൻ പറ്റത്തില്ല, സ്കൂൾ ടൂർ കളയാനേ പറ്റത്തില്ല. അവസാനത്തെ നമുക്ക് 10th ടൂറ് കിട്ടിയില്ല, കൊറോണ ആയതുകൊണ്ട്. 12th എന്തായാലും കളയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് രണ്ടും ഭയങ്കര ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു, ഏത് ചൂസ് ചെയ്യും. പക്ഷെ എനിക്ക് രണ്ടും വേണം. അങ്ങനെ ഫൈനലി ഞാനൊരു ഡിസിഷൻ എടുത്തു. അതായത് ഇന്ന് വൈകിട്ടാണ്
സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നത്. പക്ഷേ ഇന്ന് രാവിലെ തൊട്ടാണ് എനിക്ക് ചെന്നൈയിൽ ഇവൻ്റ് ഉള്ളത്. അപ്പോൾ സ്കൂളത്തെ അവർ ടൂർ പോയി മൈസൂർ എത്തണമെങ്കിൽ എന്തായാലും രാത്രിയാവും. രാത്രി പിന്നെ നേരെ കിടന്ന് ഉറങ്ങി രാവിലെയാണ് ടൂർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ചെന്നൈയിൽ ഇവർ ഈ ട്രാവൽ ചെയ്യുന്ന ടൈമാണ് എനിക്ക് ചെന്നൈയിൽ വേണ്ടു. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി മൈസൂർ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സ്കൂൾ ടൂറിന് മോർണിംഗ് ജോയിൻ ചെയ്യാം. ഞാൻ തീരുമാനമൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു. അതായത് എന്ത് റിസ്ക് അല്ലെങ്കിൽ എന്ത് പൊട്ട തീരുമാനമാണെങ്കിലും ബാക്കിയുള്ള കേൾക്കുമ്പോൾ പൊട്ടിയാണെങ്കിലും എൻ്റെ വീട്ടുകാർ കുറേ എന്നിൽ നിന്ന് ചിന്തിക്കും. അപ്പോൾ അവർക്ക് പല മണ്ടത്തരങ്ങളും ശരിയായി തോന്നും. പക്ഷേ ഇത് മണ്ടത്തരല്ലായിരുന്നു, ഇത് വളരെ ഭയങ്കര ഒരു നല്ല പ്ലാനായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു, പ്രിൻസിപ്പലിനോടൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ചെന്നൈയിൽ പോയിട്ട് എൻ്റെ ഇവൻറ്റ് കഴിഞ്ഞിട്ട് മോർണിംഗ് ആണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 10 മണി അങ്ങനെ എന്തോ ആകുമ്പോഴത്തേനും ഞാൻ മൈസൂർ എത്തും. എന്നിട്ട് നേരെ സ്കൂളുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് 6:45 എൻ്റെ മൈൻഡിൽ ചിന്ത ഫ്ലൈറ്റ് 7:15 അതായത് അതായത് ഇപ്പോൾ മേ ബി ഫ്ലൈറ്റ് 6:15 പക്ഷെ ഞാൻ ആ 15 ഞാൻ 4:05 എന്നായിരിക്കും മേ ബി ചിന്തിച്ചത്. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഫുൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെന്നൈയിലാണെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക്കാന്നിരുന്നു കേട്ടോ, ഒടുക്കത്തെ ട്രാഫിക്ക്. എന്നെ ഡ്രോപ്പ് ചെയ്യുന്ന നമ്മുടെ ചട്ടമ്പേസിലെ അഭിനും ബസുമായിരുന്നു എന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ ഭയങ്കര കൂളായിട്ടിരിക്കുക. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് കോൾ വരുന്നു, ഫ്ലൈറ്റ് 10 മിനിറ്റിൽ മറ്റേ ഡിപ്പാച്ചർ കഴിയും, വേഗം വരണം എന്ന്. ഞാൻ ഇവിടുന്ന് എനിക്ക് അവിടെ എടുത്തിറങ്ങി എന്തായാലും ഒരു അരമണിക്കൂറിന് കൂടുതൽ വേണം. ഞാൻ എന്ത് ചെയ്യും? അത് എൻ്റെ ഒരു വലിയ മണ്ടത്തരാ, ഫ്ലൈറ്റ് അരമണിക്കൂർ ഇപ്പുറത്ത് ഇങ്ങനെ ചിന്തിക്കുന്നു. എന്നിട്ട് ഒന്ന് ഇവരെന്തായാലും പറഞ്ഞു 10 മിനിറ്റ്സ് നമ്മൾ ക്ലോസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെ എന്നിട്ട് കിട്ടി പോയാൽ പോയി എന്നുള്ളത്. അത് മിസ് ചെയ്താൽ പിന്നെ വേറെ ബസ് ഒന്നും ഇല്ല അങ്ങോട്ട് ഡയറക്റ്റ്, എങ്ങനെ പോലും രാത്രി എത്തത്തുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു ഫ്ലൈറ്റ് മിസ്സായി എനിക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്ലൈറ്റ്, അപ്പോഴത്തേനും ടൂർ കഴിഞ്ഞ് തിരിച്ച് വീടെത്തും. അങ്ങനെ ഞാൻ എന്തേലും ആവട്ടെ ഞങ്ങൾ 3 ആളും ടെൻഷൻ അടിച്ച് വേറെ എയർപോർട്ടിൽ പോയി ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ സാഹസമൊക്കെ ചെയ്ത് ലാസ്റ്റ് അവിടെ എത്തി. എൻ്റെ ലക്കിന് ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് വേഗം കയറിപ്പോയി. പക്ഷെ എൻ്റെ മണ്ടത്തരങ്ങളാണെങ്കിലും കുറച്ച് ഭാഗ്യമുള്ളത് കൊണ്ട് അത് കറക്റ്റായി പോയി, ഇല്ലെങ്കിൽ ഞാൻ അവിടെ പെട്ടിരുന്നേന്. അങ്ങനെ അത് കൊള്ളാം. ഒരു സെലിബ്രേറ്ററിയുടെ ഒരു ദിവസം ഡേറ്റിന് പോവാൻ പറ്റിയാൽ ആരുടെ കൂടെ പോകും? എനിക്ക് ഡേറ്റിങ് ഇഷ്ടമല്ല. ഓക്കെ, എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. മേ ബി എനിക്ക് കുറച്ച് വികാരങ്ങൾ തോന്നുന്ന ഒരു പ്രായമായതും ലോക്ക്ഡൗൺ ആയത് ഞാൻ നേരെ യൂട്യൂബിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയും കാലം ഞാൻ വലുതായി സാധാരണ കുട്ടി ഭയങ്കര വലുതായെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എനിക്ക് വലുതായിരുന്നു യൂട്യൂബും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നതും അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഏർണിങ്സ് കിട്ടുന്നത് എനിക്ക് കുറച്ചുകൂടെ വലുതായി തോന്നി. അപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ മാറി. എനിക്ക് പ്രേമിച്ച് നടക്കാൻ അല്ലെങ്കിൽ ഡേറ്റിംഗ് ചെയ്യുക അങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കെന്തോ അത് തോന്നുന്നില്ല. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കത് തോന്നുന്നില്ല. എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് അതിന് എന്തെങ്കിലും റിസൾട്ട് വേണം. അത് ഞാൻ കുറച്ചുകൂടെ തന്തവൈ ഭയോന്ന് എനിക്കൊരു സംശയം, അങ്ങനെയാണ് ഇപ്പം എൻ്റെ ചിന്ത. അതെ, അതായതൊന്നും ഞാൻ കുറച്ചുകൂടെ പഴഞ്ചനായി ചിന്തിക്കുന്നു. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അതല്ലാതെ എനിക്ക് ചുമ്മാ ഡേറ്റിന് പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല. എനിക്ക് പണിയെടുക്കണം, എനിക്കതാണ് ഇഷ്ടം. ഓക്കെ, എങ്കിലും ഒരു സെലിബ്രിറ്റിയെ കാണാൻ പറ്റുവാണെങ്കിൽ ആരെ കാണും? മാത്യു തോമസ് ഭയങ്കര ഇഷ്ടമാണോ? അതെ, എനിക്ക് 9th പഠിക്കുമ്പം മാത്യുവിൻ്റെ ഒരു സിനിമ കണ്ട് എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലോണം ചെറുതായിരുന്നു, പക്ഷെ എനിക്ക് ഒടുക്കത്തെ ക്രഷായിരുന്നു. എന്നിട്ട് 10th വരെ 1 വർഷത്തോളം ആ ക്രഷ് നീണ്ടു നിന്നു. ഞാൻ മാത്യുവിനെ കുറേ ടാഗും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 10th എത്തി ലോക്ക്ഡൗൺ ആയിരുന്നു, എൻ്റെ മൈൻഡ് സെറ്റ് കുറച്ച് മാറിയപ്പം അതങ്ങനെ പോയി. പക്ഷെ ഇപ്പോഴും തിയേറ്ററിൽ പോകുമ്പോൾ മാത്യുവിനെ കണ്ട എനിക്കുള്ളിൽ എന്തോ സന്തോഷം, എന്തോ എൻ്റെ വീട്ടിലത്തെ ഒരാൾ സിനിമയിൽ പോയി അഭിനയിക്കുന്നുണ്ടോ? ഞാൻ ആക്കലുണ്ട്. അതൊരു കോമഡി, അത് എൻ്റെ ഒരു മണ്ടത്തരവാ, അത് ഞാൻ പറഞ്ഞേട്ടാ. ഞാൻ 9th തണ്ണീർമത്തൻ ദിനങ്ങൾ ഞാൻ 9th പഠിക്കുമ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് മാത്യുവിനോട് ക്രഷ് തോന്നിയത്. അപ്പോൾ തൊട്ട് ഞാൻ മാത്യുവിന് അതായത് ഒരു ആഴ്ചയിൽ ഒരു സ്റ്റോറിയെങ്കിലും ഞാൻ മാത്യുവിനെ മെൻഷൻ ചെയ്തിടും. അതായത് മാത്യുവിൻ്റെ എന്തെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ TV-യിൽ സിനിമ വരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഞാൻ എൻ്റെ പൈസ സേവ് ചെയ്ത് വെക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഏർണിങ്സ് ഇല്ലല്ലോ, കാരണം ആ സമയത്ത് യൂട്യൂബ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ബസ്സിന് പോകാൻ തരുന്നതെന്ന് ഓരോ 10 രൂപ മാറ്റി വെച്ച് ഞാൻ മാത്യുവിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയൊക്കെ എടുത്തു വെക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നേരിട്ട് കാണണം എന്നൊക്കെ. എന്നിട്ട് ഒരു 1000 മെസ്സേജ് അയച്ച് കൂട്ടിയിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ്
ഞാൻ പിന്നെ കുറച്ച് ബുദ്ധിയൊക്കെ വെച്ച പ്രായത്തിൽ ഞാൻ ഈ മാത്യു എന്നിട്ട് ഈ ഒരു 1000 മെസ്സേജ് അയച്ചപ്പോൾ മാത്യു എനിക്ക് ഒരു തവണ റിപ്ലൈ തന്നിട്ടുണ്ട്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ വീണ്ടും ഞാൻ ഒരു 1000 മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര അലമ്പ തരായിരുന്നു. ഒരു സ്റ്റോക്കറിനെ പോലെ ഞാൻ മെൻഷൻ ചെയ്ത മെസ്സേജ് ഒരുമാതിരിക്കായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് വിവരം വെച്ച സമയത്ത് ഞാൻ മാത്യുവിൻ്റെ ചാറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരു 1000 മെസ്സേജ് ഞാൻ അയച്ചു കൂട്ടിയിരിക്കണം, ഒരു 1000 മെൻഷൻസും. അപ്പോൾ എനിക്കിനത് കണ്ടപ്പോൾ വളരെ ഒരു വിയേർഡായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രക്ക് അലമ്പാവണ്ട, അതുകൊണ്ട് കുറച്ച് മെസ്സേജൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കാതെ. അങ്ങനെ ഞാൻ ചാറ്റിൻ്റെ ഏറ്റവും മുകളിലോട്ട് എല്ലാ മെസ്സേജും ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ എന്തോ പോലത്തെ ഡിലീറ്റ് ചെയ്ത് ലാസ്റ്റ് എല്ലാ മെസ്സേജും ഞാൻ കളഞ്ഞു. ഇപ്പോൾ ആ ചാറ്റ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം മാത്യു എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബാക്കി ഞാൻ അത്രയും അലമ്പ് കാണിച്ച ചെക്ക ഞാൻ കളഞ്ഞു. അങ്ങനെ ഒരു അയ്യോ അത് ഭയങ്കര ഒരു മോശം. ഇപ്പൊ ആലോചിച്ചൊക്കെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ആളൊരു 10 മെസ്സേജ് അയച്ച് കണ്ടിട്ട് ഞാൻ ആൾക്ക് റിപ്ലൈ കൊടുത്തത്. എന്നിട്ട് ഇയാൾ ഈ 10 മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് എനിക്ക് എങ്ങനെ ഉണ്ടാവും? ഇയാൾ ഇത്ര മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് ഇയാൾ അയ്യോ എനിക്കത് ഭയങ്കര ഒരുമാതിരിയായി. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, ഇനി എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ആ പൈസ ഒക്കെ തിന്നാനൊക്കെ വാങ്ങിച്ചു. ഓക്കെ. അതേപോലെ ഈ തേജ എന്ന നമ്മുടെ യൂട്യൂബ് ബ്ലോഗർ, കോണ്ടന്റ് ക്രിയേറ്റർ എത്ര ദിവസം വരെ കുളിക്കാതിരുന്നിട്ടുണ്ട്? ഈ ഞാൻ എല്ലാ ദിവസവും കുളിക്കലുണ്ട്. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അല്ല ചില കുട്ടികൾ മറ്റേ കാണില്ല 2 ദിവസം കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തല കുളിക്കാറൊക്കെ ഇരിക്കാറില്ല. അത് ഡെയിലി കുളിക്കുന്നത് വലിയ നല്ലതൊന്നുമല്ല, അതുകൊണ്ട് അത് ഒരു ദിവസം ഇടപെട്ട് കുളിക്കും. പക്ഷെ ഇപ്പൊ ജിമ്മിന് പോകുന്നതുകൊണ്ട് തല വേർക്കലുണ്ട്, അതുകൊണ്ട് അതും എല്ലാ ദിവസവും നനയ്ക്കേണ്ട അവസ്ഥയില്ല. അത് നല്ല ശീലമാണ്. ഇപ്പൊ നേരത്തെ വെച്ചാല് അപ്പൊ നമ്മുടെ റാപ്പിഡ് ഫയർ കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര വളരെ അടിപൊളിയായിട്ട് എല്ലാ റാപ്പിഡ് ഫയറും എസ്സേ പോലത്തെ ആൻസർ ഞാൻ കൊടുത്തു. ഓക്കെ. നമ്മളിപ്പം ഒരു നേരത്തെ വെച്ചാല് 10th പഠിക്കുമ്പോഴാണല്ലോ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആ സമയത്ത് റവന്യൂ ഒന്ന് തുടങ്ങുമ്പോഴാണെങ്കിലും എനിക്കൊന്ന് പേരൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം ഇത് സ്വന്തം കയ്യിലേക്കൊക്കെ വന്നു. അപ്പൊ ഈ പൈസയൊക്കെ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുമോ, അതോ എനിക്ക് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കാം, ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും, അല്ലെങ്കിൽ കുറെ കൂടെ ഇന്നതിലേക്ക് എന്ന് അങ്ങനെ ഇപ്പൊ ഫിനാൻഷ്യലി ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? അതെ. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം എത്ര പൈസ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഞാൻ എൻ്റെ ഒരു നീഡ്സിനുള്ള മാത്രമേ ഞാൻ ചിലവാക്കാറുള്ളൂ. അപ്പോൾ ആക്ച്വലി ഞാൻ അത് സേവ് ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഞാൻ അത് കുറേ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തീരും, 0. ചൈന വരെ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ അതിൻ്റെ ഡബിളായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് കൂടുതലും താല്പര്യം ഈ മ്യൂച്വൽ ഫണ്ടിലിടാനോ ഷെയർ മാർക്കറ്റിലിടാനോ അല്ലെങ്കിൽ വല്ല സ്ഥലം വാങ്ങാനോ കുറച്ച് ഗോൾഡ് കസറ്റാണല്ലോ അങ്ങനെ. അതായത് അതായത് വലിയ എമൗണ്ട് ആണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ബാക്കി എമൗണ്ട് വെച്ചാൽ എൻ്റെ ഡെയിലി നീഡ്സ് ആക്കണം. അല്ലാതെ ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഒത്തിരി ലക്ഷറി ആയിട്ട് ഞാൻ ഇരിക്കുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് വലിയ എന്തെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു സാധനം അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നല്ലാതെ പൊതുവേ ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് അല്ല. പൈസ വളരെയധികം സേവ് ചെയ്യും. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഉള്ള ഭയങ്കര എച്ചി സ്വഭാവമുണ്ട്. ആരും പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും ചിലവാക്കത്തില്ല. വീട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാറ്. പക്ഷെ പുറത്ത് സാധാ മനുഷ്യന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം പിശിക്കാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം സേവ് ചെയ്യില്ല, ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഇഷ്ടം. ഓക്കെ. ഇപ്പൊ എന്തായാലും +2 കഴിഞ്ഞിട്ട് ഇപ്പോ LLB ആണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും അടിപൊളിയായിട്ട് ഇത്ര വൈബ്രന്റ് ആയിട്ട് നടക്കുന്ന തേജ എന്താണ് LLB ചൂസ് ചെയ്യാൻ കാരണം? എന്തോ പ്ലാൻ ഉണ്ട്, എന്തോ ഹിഡൻ അജണ്ട ഉണ്ട്? എന്താ വെച്ചാൽ എൻ്റെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലിയാണ്. സോ ചെറുപ്പം തൊട്ടേ നമ്മുടെ ചുറ്റുമുള്ള ടോക്സും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളും ബിസിനസ് റിലേറ്റഡ് ആണ്. നമുക്ക് ബിൽഡേഴ്സ് ആണുള്ളത്, ഒരു MBA കോളേജ് ഉണ്ട്. അപ്പം എനിക്കും അതിനോട്ട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ലോക്ക്ഡൗണിന് ബോറടിച്ചപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അതിനോട്ട് വരാം. പക്ഷേ എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എനിക്ക് ബിസിനസ്സിലോട്ട് കയറണം എന്നുള്ളത് തന്നെയാണ്. അതായത് എൻ്റെ ആഗ്രഹം കുറച്ച് വളരെ വലുതാണ്. പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താന്ന് പറയും, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പറയും. പക്ഷേ നമ്മളൊരു സാധനം ആഗ്രഹിക്കുന്നത് നമുക്ക് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കോ ഇല്ല അത് സെക്കൻഡ്, ട്രൈ ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിൻ. സോ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള കോളേജ് ഉണ്ടല്ലോ, അതിനെനിക്ക് എക്സ്പാൻഡ് ചെയ്ത് കുറേ കോളേജ് ഒരു യൂണിവേഴ്സിറ്റി ആക്കണം അതിന്. ഓക്കെ. പിന്നെ എനിക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ക്ലർക്ക് ആവാനുള്ള അതിനുള്ള ഒരു ഈ സംഭവമാണ്. അതായത് ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യലാണ് മെയിനായിട്ട്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻസിനെ കൊണ്ട് ക്ലർക്കിൻ്റെ ജോലിയായിരുന്നു മെയിനായി ചെയ്യിപ്പിക്കുക. അപ്പോൾ ഓർമ്മശക്തി നോക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. പക്ഷേ എനിക്കതിനേക്കാൾ എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ കുട്ടികൾ അവരുടെ ഉള്ളിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർക്ക്
ഒരു 16 അല്ലെങ്കിൽ ഒരു 18 ആകുമ്പോഴത്തേനും സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. കാരണം ഇത്രയും വർഷം പഠിക്കുക, പിന്നെ കുറേ വർഷം കോളേജ് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ജോലി കിട്ടാതെ ഇരിക്കുക, ആ സിസ്റ്റം അല്ലല്ലോ നമുക്ക് കണ്ടത്. എന്താണോ അവർക്ക് അവരുടെ സ്കില്ലിൽ നിന്ന് നമ്മൾ ചെറുപ്പത്തിലേ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള മെൻറ്ററിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫ്യൂച്ചർ പെട്ടെന്ന് കിട്ടും. പിന്നെ സ്വന്തം ക്യാരക്ടർ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരു മനുഷ്യനെ എങ്ങനെ ഇരിക്കാനുള്ള ബേസിക് ക്വാളിറ്റീസ് ചെറുപ്പം തൊട്ടാണ് കുട്ടിക്ക് കിട്ടുക. അത് നമ്മൾ സ്കൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്കൂളെ നമ്മളെ തൊട്ട പിടിച്ച് അടിക്കുക, കുറേ പണിഷ്മെൻറ്റ് തരിക, അതിനേക്കാൾ ബെറ്റർ ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് എന്താണെന്നല്ല അങ്ങനെ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സിലബസ് ഞാൻ കൊണ്ടുവരല്ല, സിലബസ് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു സ്കൂൾ കിട്ടിയാൽ ഒരാളെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എല്ലാവർക്കും കുട്ടീൻ്റെ പഠിപ്പ് കറക്റ്റ് ആവണം. അപ്പോൾ ഓൾറെഡി ഇവിടെ റെക്കഗ്നൈസ് ചെയ്ത CBSE, ICSE, സ്റ്റേറ്റ് ഇതിലേക്കാണ് വിടുക. പക്ഷേ ആ ഒരു ഫീൽഡിൽ സക്സസ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ട് എന്നിട്ട് ഈ ഒരു സിലബസ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇന്ന ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുമല്ലോ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ. അതിനുശേഷം വേറെ സിലബസ് കൊണ്ടുവന്നിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിൻ്റെ ഒരു ഗുമ്മായിരുന്നു. അങ്ങനെയാണ് വലിയ ആഗ്രഹം. അതിൻ്റെ അപ്പുറത്ത് ഇനി കുറേ ഉണ്ട്, അതൊന്നും ഞാൻ പറയാം. അപ്പോൾ എനിക്ക് ബിസിനസ്സിലോട്ട് വരാനാണ് താല്പര്യം. സോ ലീഗൽ നോളജും കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്. സോ അതിനാണ് ഞാൻ LLB എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കൊരു നെയിമിൻ്റെ ഫ്രണ്ടിൽ ഒരു ടൈറ്റിലും ഉണ്ട്, നമുക്ക് ലീഗൽ നോളജ് ഉണ്ട്. എവിടെ പോലും നമുക്ക് വേണ്ടി ഒരു സീറ്റ് ഉണ്ടാവും, അഡ്വക്കേറ്റ്, വക്കീൽ, ഒരു സുപ്രീം കോടതി ജഡ്ജിന് മുമ്പിലാണെങ്കിലും നമുക്ക് സംസാരിക്കാൻ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. സോ അതിനാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ ഗോൾസിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഞാൻ LLB എടുത്തത്. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒരാളും പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കത്തില്ല. അപ്പോൾ തേജ ഇപ്പോൾ ഈ ഒരു ഏജിൽ തന്നെ ഇത്രയും വളരെ മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് തേജ. അപ്പം ഞാനൊരു കാര്യം കേട്ടെ, ഇപ്പം റീസെൻ്റ്ലി ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇങ്ങനെ വിമർശനങ്ങളൊക്കെ കുട്ടികൾക്കെതിരെ ഇങ്ങനെ വരാറുണ്ട്. അതായത് അവർ ഭയങ്കര ഓവർ മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലും മറ്റേ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുട്ടികളായിട്ട് പെരുമാറണം, ഓവർ മെച്ചുവേർഡ് എന്തിനാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ടോക്കുകളൊക്കെ ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റി തേജയുടെ ഒരു അഭിപ്രായം എന്താ? കുട്ടികളെ പോലെ മറ്റേ അവർ മറ്റേ യൂണിക്കോണും കണ്ടിട്ട് അങ്ങനെയൊക്കെ നടക്കണം എന്നാണ് ഒരുപക്ഷെ ആൾക്കാർ പറയുന്നത്. അപ്പം പക്ഷെ അവരങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ളൊരു വ്യൂ പോയിന്റ് എന്താവും? ആദ്യം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അതായത് എനിക്ക് അറിയാം എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറൊരാളില്ലാന്ന്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ഒരു സാധനം ജനറലാണ്, അത് തന്നെ എല്ലാവരും ആവണമെന്നില്ല. എല്ലാവരും അവരുടെ രീതിക്ക് അക്സെപ്റ്റ് ചെയ്യുക. അവർക്കിപ്പോൾ ഇപ്പോൾ കളിച്ച് നടക്കണമെങ്കിൽ കളിക്കട്ടെ, അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യട്ടെ, അല്ല അവർക്ക് ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കട്ടെ. നമ്മൾ എന്തിനാണ് എനിക്കിഷ്ടം ഇതാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ ആവണം എന്ന് പറയുന്നത് അത് ചെയ്യാതിരുന്നാൽ മതി. ഞാനിങ്ങനെ ബാക്കിയുള്ളവർ അങ്ങനെ, അത് മാത്രം ചിന്തിച്ചാൽ മതി. വെറുതെ എല്ലാവരെയും കൂടെ ഒരു കൊടക്കിഴി വരണം എന്ന് വെച്ചാൽ അത് ഒരിക്കലും നടക്കില്ല. എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് പോട്ടെ. ഒരാൾ ചെയ്യുന്ന കാര്യം വേറെ ആൾക്ക് ഉപദ്രവമാവരുത്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു നിറവിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റെസൊല്യൂഷനോ അല്ലെങ്കിൽ പ്ലാനൊക്കെ വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ? കാരണം 2 മില്യൺ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ ചെയ്ത് തുടങ്ങണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും ഇല്ല. കാരണം എനിക്കിപ്പോൾ വീണ്ടും ഇപ്പോൾ കോളേജ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ എന്ത് പ്ലാൻ ഇട്ടാലും എനിക്ക് കോളേജിൽ പോയേ പറ്റൂ. ഇടയിൽ എനിക്ക് ആകെ സാറ്റർഡേ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും വലിയൊരു പ്ലാൻസ് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ കറൻറ്റ്ലി എനിക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വലിയ പ്ലാൻസ് ഒന്നും ഇല്ല. എനിക്ക് ആകെയുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സാധനം കൊണ്ടുപോകണം എന്നുണ്ട്, ബ്രേക്കൊന്നും ഇല്ലാതെ. അതായത് ആൾക്കാർക്ക് വേണ്ടത് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇന്ന് എൻ്റെ നിന്ന് എൻ്റർടൈൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ആരുടെയിലാണോ കിട്ടുക അവിടേക്ക് എന്തായാലും പോകും. എനിക്ക് ആരും പിടിച്ചെടുത്തൊന്നും പറ്റത്തില്ല. സോ ആ ഒരു ഫീൽഡിൽ ഫീൽഡ് ഔട്ട് ആവാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആൾക്കാർക്ക് ആ ഒരു രീതിക്കുള്ള എൻ്റർടൈൻമെൻറ്റ് കൊടുക്കണം. ആൾക്കാരെല്ലാം മെയിൻലി കുട്ടികൾ ആരായാലും കാണുന്ന ആർക്കായാലും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കണം കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഫീൽഡ് ഔട്ട് ആവരുത്, അത്രയും എനിക്കുള്ളൂ ഇപ്പം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹങ്ങൾ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു തേജ പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സിലബസ് ഒക്കെ മാറ്റണം എന്നുള്ളത്. കാരണം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് പഠിച്ച ജോലിയല്ല ഇപ്പോൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ എനിക്കിത് അക്കംപ്ലീഷ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് നാളെ ഒരു 10 വർഷം കഴിഞ്ഞ് എന്നെക്കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരു ഇത് പറഞ്ഞില്ല. എൻ്റെ ആഗ്രഹം ഇതാണ്. അത് നടക്കുമോ നടക്കില്ല അത് അടുത്തത്. പക്ഷെ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും, ഇതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യും. അതിപ്പോൾ വളരെ സ്ലോ പ്രോസസ്സാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി കിട്ടുക അല്ലെങ്കിൽ സിലബസ് ചേഞ്ച് ചെയ്തൊന്നും ഇന്നോ നാളെ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 വർഷം നടക്കുന്നത്. ചിലപ്പോൾ മേ ബി എനിക്കൊരു 70 വയസ്സാകുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുള്ളൂ. ചിലപ്പോൾ നടക്കാതിരിക്കുക. പക്ഷെ എനിക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ ജീവിച്ച് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നൊരു മനുഷ്യനുണ്ടെങ്കിൽ എനിക്ക്
എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് ഈ സൊസൈറ്റിക്ക് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. ഞാൻ ട്രൈ ചെയ്യും, അത് വരുമോ ഇല്ലേ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനത് വരുത്താൻ വേണ്ടി എൻ്റെ മാക്സിമം എഫേർട്ട് ഇടും. വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വന്ന അത്രയും നല്ലത്. അങ്ങനെ ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര നേരം ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പം 2 million സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി എത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവണം? 3, 4, 5? അതൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് എന്താ, എനിക്കിപ്പോൾ ഒരു 100 million ആയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആൾക്കാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, അവർ ഇരിക്കട്ടെ. ഞാൻ ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, അല്ലാതെ വെറുതെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ കേട്ടും. അപ്പം അടിപൊളിയായിട്ട് പോട്ടെ. ലൈഫൊക്കെ LLB ഒക്കെ പഠിച്ചിട്ട് വലിയൊരു വക്കീലായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വക്കീലല്ല, ഞാൻ ബിസിനസ് വുമണാണ്, ഓൺട്രപ്രണർ ആണ് ഞാൻ. ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.